ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ആശ്രമം എന്ന കൃതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കൃതി ആലപിച്ചുകൊണ്ട് നമുക്ക് ഈ പഠന ക്ലാസ് സമാരംഭിക്കാവുന്നതാണ്. ആശ്രമേസ്മിൻ ഗുരു കശ്ചിത് വിദ്വാൻ മുനിരുദാരധീരി സമദൃഷ്ടി ശാന്തഗംഭീരാശയോ വിജിതേന്ദ്രിയ പരോപകാരീ സ്യാത് ദീനദയാലുഃ സത്യവാക് പടുഃ സദാചാരരതഃ ശീഘ്രകർത്തവ്യകൃത് അതന്ത്രിതഃ അധിഷ്ഠായാസ്യ നേതൃത്വം കുര്യാത് കാഞ്ചിത് സഭാം ശുഭാം അസ്യാം ആയാന്തി തേ സ്യുഃ സർവേ സോദരബുദ്ധയഃ യദ്വദത്രൈവ തദ്വച്ച സ്ത്രീണാം പുംസാം പൃഥക് പൃഥക് വിദ്യാലയാ ദിശി ദിശി ക്രിയന്താം ആശ്രമാഃ സഭാഃ ഏകൈകസ്യാം ആസു നേതാ ചൈകൈകസ്യാത് വിചക്ഷണഃ സർവാഭിരനുബന്ധോ അദ്വൈതാശ്രമസ്യാഭിരന്വകം. ഇതാണ് കൃതി. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ഈ കൃതി ഗുരുപരമ്പരയിലെ സന്യാസി സംഘത്തിൻ്റെ പ്രവർത്തനം ഉദ്ദേശിച്ചുകൊണ്ട് ഗുരു ഉപദേശിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും ശ്രീനാരായണ കൃതികളുടെ പഠനം നടത്തുന്ന വേദികളിൽ തീർച്ചയായും ഈ കൃതി പഠിക്കേണ്ടത് തന്നെയാണ്. എങ്ങനെയാണ് ലോക രക്ഷാർത്ഥം, ലോകമംഗളാർത്ഥം ഒരു സന്യാസി മഠം പ്രവർത്തിക്കേണ്ടത് എന്നും അതിലെ സന്യാസിമാർ എപ്രകാരമാണ് ലോകത്തിൽ വ്യവഹാരങ്ങളിൽ ഏർപ്പെടേണ്ടത് എന്നുമുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഗുരു ഈ കൃതിയിലൂടെ വിശദീകരിച്ചിരിക്കുന്നത്. നമുക്ക് കൃതിയിലേക്ക് കടക്കാം. ആശ്രമേസ്മിൻ ഗുരുഃ കശ്ചിത് വിദ്വാൻ മുനിരുദാരധീ സമദൃഷ്ടി ശാന്തഗംഭീരാശയോ വിജിതേന്ദ്രിയ. ഇതാണ് ഈ കൃതിയിലെ പ്രഥമ ശ്ലോകം. അസ്മിൻ ആശ്രമേ, ഈ ആശ്രമത്തിൽ, വിദ്വാൻ സത്യദർശിയും മുനിഹി മുനിയുമായ, മുനി എന്ന് പറയുന്നത് സ്വാർത്ഥ സങ്കല്പങ്ങളെല്ലാം വെടിഞ്ഞ മൗനദീക്ഷിതനായ ജ്ഞാനിയാണ്. ഉദാരധി, ഉദാരമനസ്കനും ഉദാരബുദ്ധിയുള്ളവനും വിശാല ഹൃദയനും സമദൃഷ്ടി, സമദർശിയും ശാന്തഗംഭീരാശയ, ശാന്തഗംഭീരാശയനും വിജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും, ഇന്ദ്രിയങ്ങളെ വിശേഷ രൂപത്തിൽ ജയിച്ചവൻ. കശ്ചിതൊരാൾ ഗുരു സ്യാദ്, ഗുരുവായി ഉണ്ടായിരിക്കണം. അപ്പോൾ ആശ്രമസ്ഥാപകനായ ഗുരുവിൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ പറയാം. മൂല്യലക്ഷണം എന്ന് തന്നെ പറയാം. ഈ ആശ്രമത്തിൽ, അതായത് ഗുരു വിഭാവന ചെയ്ത ആശ്രമത്തിൽ, സത്യദർശിയും സ്വാർത്ഥ സങ്കല്പങ്ങളെ വെടിഞ്ഞ മൗനദീക്ഷിതനും ഉദാരമനസ്കനും സമദർശിയും ശാന്തഗംഭീരാഖ്യനും വിജിതേന്ദ്രനുമായ ഒരാൾ ഗുരുസ്ഥാനത്ത് ഉണ്ടായിരിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം. സത്യത്തെ അന്തർദൃഷ്ടിയിൽ ദർശിച്ച അല്ലെങ്കിൽ സാക്ഷാത്കരിച്ച ജ്ഞാനതാപസനാണ് സത്യദർശി. ആശ്രമാധിപനായ ഗുരു മുനിയായിരിക്കണമെന്നാണ്
ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത്. മൗനം ദീക്ഷിക്കുന്ന സത്യദർശിയാണ് മുനി. സ്വാർത്ഥ സങ്കല്പങ്ങളെല്ലാം വെടിഞ്ഞവന്, ഏകമായ സത്യത്തിൻ്റെ ഭാഗമായി മാറിയവനുമാണ് മുനി എന്ന് സാരം. ഉദാരമനസ്കന്, അതായത് വിശാല ഹൃദയനും സമദർശിയും ശാന്തഗംഭീരാശയനും വിജിതേന്ദ്രനുമായിരിക്കണം ആശ്രമസ്ഥാപകനായ ഗുരു എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ചത്. ലോക സംഗ്രഹ തൽപരനായ ഗുരുവാണ് ഉദാരമനസ്കൻ. ഭേദചിന്തയുടെ കണിക പോലും യേശാത്ത മനസ്സിൻ്റെ ഉടമയാണ് സമദർശി. ശോഭാദി വികാരങ്ങളില്ലാത്തവനും സത്യനിഷ്ഠനുമാണ് ശാന്തഗംഭീരാശയൻ. ഇന്ദ്രിയ സുഖങ്ങളിൽ ആകർഷിക്കാത്ത മനസ്സിൻ്റെ ഉടമയാണ് വിജിതേന്ദ്രിയൻ. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം തികഞ്ഞ ഗുരുവിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘത്തെയാണ് വളർത്തിയെടുക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ ആഗ്രഹിച്ചത്. പുരാതന ഭാരതത്തിലെ പേരുകെട്ട ഗുരുകുലങ്ങളെല്ലാം ഇത്തരത്തിൽ ഗുണസമ്പന്നരായ ഗുരുക്കന്മാരാൽ സ്ഥാപിക്കപ്പെട്ടവയായിരുന്നു. അതേ പൈതൃകം പിന്തുടരാനാണ് ശ്രീനാരായണ ഗുരുദേവനും ആഗ്രഹിച്ചത്. ഗുരുദേവൻ ഭാവനയിൽ കണ്ട അദ്വൈതാശ്രമത്തിലെ നേതാവിൻ്റെ ഭാവനാചിത്രമാണ് ഈ ശ്ലോകത്തിൽ വരഞ്ഞിട്ടിരിക്കുന്നത്. പരോപകാരീ സ്യാത് ദീനദയാനുഃ സത്യവാക്പടുഃ സദാചാരരതഃ ശീഘ്രകർത്തവ്യകൃത് അതന്ത്രിതഃ. ഇതാണ് രണ്ടാമത് ശ്ലോകം. അസ്മിൻ ഗുരു, ഈ ഗുരു, അതായത് ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനയിൽ കണ്ട ആശ്രമത്തിൻ്റെ സ്ഥാപകനായ ഗുരു പരോപകാരി ദീനദയാലുഃ സത്യവാക്പടുഃ സദാചാരരതഃ ശീഘ്രകർത്തവ്യകൃത് അതന്ത്രിത സ്യാത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരോപകാരി എന്ന് പറഞ്ഞാൽ പരോപകാരം ചെയ്യുന്നതിൽ താല്പര്യമുള്ളവൻ. ദീനദയാലു, ദീനന്മാരിൽ ദയയുള്ളവൻ. സത്യവാക്പടുഃ, സത്യവാക്കുകൾ പറയുന്നതിൽ അല്ലെങ്കിൽ സത്യഭാഷണത്തിൽ സാമർഥ്യമുള്ളവൻ. സദാചാരരതഃ, സദാചാരനിഷ്ഠയിൽ ആനന്ദിക്കുന്നവൻ. ശീഘ്ര കർത്തവ്യകൃത്, ചുമതലകൾ അമാന്തമിന് നിർവഹിക്കുന്നതിൽ സാമർഥ്യമുള്ളവൻ. അതന്ത്രിത, ആലസ്യം വിട്ടൊഴിഞ്ഞവൻ. ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. പരോപകാരിയും ദീനദയാലുവും സത്യഭാഷണ പടുവും സദാചാരനിഷ്ഠനും കർത്തവ്യങ്ങൾ അമാന്തം പിന്നാ നിർവഹിക്കുന്നതിൽ ഉത്സുകനും അലസത പൂർണ്ണമായും ഉപേക്ഷിച്ചവനുമായിരിക്കണം ഈ ആശ്രമത്തിലെ ഗുരു. ശ്രീനാരായണ ഗുരുദേവൻ വിഭാവന ചെയ്ത ആശ്രമസ്ഥാപകനായ ഗുരുവിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളുടെ തുടർച്ച ആണ് ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞ ഗുണങ്ങളുടെ തുടർച്ചയാണ് ഈ രണ്ടാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലോക നന്മ ലക്ഷ്യമാക്കി ആശ്രമം സ്ഥാപിക്കുന്ന ഗുരു എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് മാർഗനിർദ്ദേശ രൂപേണ ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത്. പരോപകാരാർത്ഥമിതം ശരീരം എന്ന ആപ്തവാക്യ പൊരുളിനെ പ്രയോഗതലത്തിൽ എത്തിക്കാൻ പ്രാപ്തനും സത്യവാക്പടുവും സദാചാരനിഷ്ഠനും സമൂഹത്തിലെ അവശതയനുഭവിക്കുന്ന ജനങ്ങളെ ഉദ്ധരിക്കുന്നതിൽ ശ്രദ്ധാലുവും കർത്തവ്യ നിർവഹണത്തിൽ ഉത്സുകനും അലസത പൂർണ്ണമായും ഉപേക്ഷിച്ചവനുമായ ഒരു ഗുരുവിന് മാത്രമേ ഒരു മാതൃക അദ്വൈത ആശ്രമം സ്ഥാപിച്ച് കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ഉപദേശം
സ്വശിഷ്യ പരമ്പരയിലെ സന്യാസിമാർക്ക് വേണ്ടിയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. എന്നിരുന്നാലും ശ്രീനാരായണീയരായ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിവ. അധിഷ്ഠായാസ്യ നേതൃത്വം കുര്യാത് കാഞ്ചിത് സഭാം ശുഭാം അസ്യാം ആയാന്തി യേതേ സ്യു സർവേ സോദരബുദ്ധയഃ. ഇതാണ് മൂന്നാമത് ശ്ലോകം. അസ്യ നേതൃത്വം അധിഷ്ഠായ കാഞ്ചിത് ശുഭാം സഭാം കുര്യാത് യേ അസ്യാം ആയാന്തി തേ സർവേ സോദരബുദ്ധയാ സ്യൂ. ഇത്തരത്തിലാണ് ഇതിനെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത്. അസ്യ ഈ ആശ്രമത്തിൻ്റെ നേതൃത്വം അധിഷ്ഠായ നേതൃത്വത്തിൽ അധിഷ്ഠിതമായ കാഞ്ചിത് ശുഭാം സഭാം കുര്യാത് ലോകമംഗളാർത്ഥം ഒരു സംഘടന രൂപീകരിക്കണം. യാതൊരുവരാണോ അല്ലെങ്കിൽ ആരൊക്കെയാണോ അസ്യാം ആയാന്തി ആ ആശ്രമത്തിലേക്ക് ഈ സംഘടനയുടെ പ്രവർത്തകരായി കടന്നു വരുന്നത്, തേ സർവേ അവരെല്ലാം സോദരബുദ്ധയ സ്യൂ സോദരബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ഇപ്രകാരം സ്ഥാപിക്കപ്പെടുന്ന ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ ലോകമംഗളത്തിനായി ഒരു സംഘടന രൂപീകരിക്കേണ്ടതാണ്. ആ സംഘടനയിൽ വന്നു ചേരുന്നവരെല്ലാം സോദരഭാവത്തിൽ വർത്തിക്കേണ്ടവരുമാണ്. പുരാതന ഭാരതത്തിലെ ജമദഗ്നി ആശ്രമം, കണ്വാശ്രമം, വാൽമീകി ആശ്രമം മുതലായ ആശ്രമങ്ങൾ ശാഖകളില്ലാത്ത കേന്ദ്രീകൃത സ്ഥാപനങ്ങളായി. എന്ന് മാത്രവുമല്ല, അവിടെ വംശീയാധിഷ്ഠിത ഘടനയാണ് നിലനിന്നിരുന്നത്. ഗൗതമാശ്രമത്തിൽ വിദ്യാർത്ഥിയായി എത്തുന്ന സത്യകാമനോട് അവൻ്റെ കുലവും പിതൃത്വവും ഒക്കെ ആരായുന്ന ഗുരുവിൻ്റെ സമീപനവും പാരമ്പര്യ പെരുമകളൊന്നും ഇല്ലാത്തവനാണ് സത്യകാമനെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ ആശ്രമ പശുക്കളുടെ പരിരക്ഷണ ചുമതല ഏൽപ്പിച്ചു കൊടുക്കുന്ന ഗൗതമ ഗുരുവിൻ്റെ പ്രവൃത്തിയും അന്നത്തെ ഗുരുകുലങ്ങളിലെ സങ്കുചിത യാഥാസ്ഥിതിക ചിന്തകളുടെ ആഴം വെളിപ്പെടുത്തി തരുന്നുണ്ട്. അത്തരം ഗുരുകുലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തവും അതുപോലെ അദ്വൈത ബോധം വളർത്തിയെടുക്കാനും പുലർത്താനും സഹായകമായ ഗുരുകുല സംസ്കാരമാണ് വളർത്തിയെടുക്കേണ്ടതെന്ന് ഗുരു ഉപദേശിച്ചിരിക്കുക. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. മാതൃകാസ്ഥാനമാം ഇത് എന്നറിയപ്പുറത്ത് ഗുരു എഴുതി വെച്ചിട്ടുണ്ട്. അക്കാര്യം ഇവിടെ ചിന്തനീയമാണ്. വിദ്യാനിഷേധത്തിനെതിരെയും ഭേദകൽപ്പനകൾക്ക് എതിരെയും ഗുരു നടത്തിയ ആത്മീയ വിപ്ലവത്തിൻ്റെ തെളിമ ഇവിടെ ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. അദ്വൈതാശ്രമങ്ങളുടെ ശരിയായ പ്രവർത്തനങ്ങൾ പ്രായോഗിക അദ്വൈതം ഫലവത്താക്കി തീർക്കാൻ സഹായിക്കും എന്ന ഉപദേശമാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരു നൽകിയിരിക്കുന്നത്. അത്രൈവ തദ്വച്ച സ്ത്രീണാം പുംസാം പൃഥക് പൃഥക് വിദ്യാലയാക ദിശി ദിശി പ്രിയന്താം ആശ്രമാക സഭാ. ഇതാണ് കൃതിയിലെ 4ാമത് ശ്ലോകം. യദ്വദ് അത്ര തദ്വദ് ഏവച ദിശി ദിശി സ്ത്രീണാം പുംസാം പൃഥക് പൃഥക് വിദ്യാലയാ ആശ്രമ സഭാ ച പ്രിയന്താം. ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് വ്യാഖ്യാനിക്കേണ്ടത്.
യദ്വത് എപ്രകാരമുള്ളതാണോ ആശ്രമത്തിൻ്റെ ആസ്ഥാനം ഘടന, തദ്വദേവച അതുപോലെ തന്നെ ദിശി ദിക്കുകൾ തോറും നാനാദേശങ്ങളിലും സ്ത്രീണാം പുംസാം പൃഥക് പൃഥക്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം വിദ്യാലയാഹ ആശ്രമാഹ സഭാഹ ക്രിയന്താം, വിദ്യാലയങ്ങളും ആശ്രമങ്ങളും സഭകളും രൂപീകരിച്ച് പ്രവർത്തിക്കണം. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ആശ്രമത്തിൻ്റെ ആസ്ഥാനത്തുള്ളതുപോലെ തന്നെ ദിക്കുകൾ തോറും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക പ്രത്യേകം വിദ്യാലയങ്ങളും ആശ്രമങ്ങളും സഭകളും ഉണ്ടാക്കി പ്രവർത്തിപ്പിക്കണം. ആശ്രമങ്ങൾക്ക് കേന്ദ്രീകൃത നിയന്ത്രണ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം എന്നും ആസ്ഥാന കേന്ദ്രത്തിൽ നിന്നുമുള്ള നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ആശ്രമ ശാഖകൾ ദിക്കുകൾ തോറും സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കണമെന്നും അനുബന്ധ സ്ഥാപനങ്ങളായി വിദ്യാലയങ്ങളും സഭകളും ഉണ്ടാക്കി പ്രവർത്തിപ്പിക്കണം എന്നുമാണ് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത്. ലോകമംഗളത്തിനായി വിദ്യാലയങ്ങളുടെയും അതുപോലെ സംഘടനകളുടെയും സേവനം പ്രയോജനപ്പെടുത്തണം എന്നുകൂടി ഉപദേശിച്ചിരിക്കുന്നു. ഇത് ശ്രീനാരായണ ഗുരു സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ പ്രായോഗിക അദ്വൈതത്തിൽ അധിഷ്ഠിതമാണ് ഈ ഉപദേശം. കലർപ്പില്ലാത്ത അറിവും ഭേദചിന്തകളെ ഉന്മൂലനം ചെയ്യാനുള്ള സംഘടിത പ്രവർത്തനവും പ്രായോഗിക അദ്വൈതത്തെ ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കും എന്ന് ക്രാന്തദർശി കൂടിയായിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ മനസ്സിലാക്കിയിരുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്യയിലൂടെ സ്വതന്ത്രരാകാനും സംഘടിച്ച് ശക്തരാകാനും ഉപദേശിച്ച ഗുരു കുറവുകളില്ലാത്ത പ്രവർത്തന മാർഗരേഖകൾ ഉണ്ടാക്കിത്തരുന്നതിലും അനന്യമായ പാണ്ഡവമാണ് ദർശിച്ചത്. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന പൗരാണിക ഋഷീശ്വരന്മാർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയെ യാഥാർത്ഥ്യമാക്കി തീർക്കാനുള്ള പ്രായോഗിക മാർഗദീപം ഗുരു തെളിയിച്ചത്. ആ ദീപം അണയാതെ സൂക്ഷിക്കേണ്ട കടമ നാം ഒരിക്കലും വിസ്മരിച്ചുകൂടാ. ഏകൈകസ്യാം ആസു നേതാ ചൈകൈകസ്യാത് വിചക്ഷണഃ സർവാഭിരനുബന്ധോ അദ്വൈതാശ്രമസ്യാഭിരന്വത്വം. ഇതാണ് ഈ ശ്ലോകത്തിലെ അഞ്ചാമത്തെയും അവസാനത്തേതുമായ ശ്ലോകം. ആസു ഏകൈകസ്യാം ഏകൈക വിചക്ഷണഃ നേതാ ച സ്യാത് ആദിഃ സർവാഭിഃ അദ്വൈതാശ്രമസ്യ അനുബന്ധ അന്വഹം. ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് വ്യാഖ്യാനിക്കേണ്ടത്. ആസു ഈ സഭകളിൽ, അതായത് അദ്വൈതാശ്രമത്തിൻ്റെ ഭാഗമായി സ്ഥാപിക്കപ്പെടുന്ന സഭകളിൽ, ഏകൈകസ്യാം ഓരോന്നിലും, ഏകൈക ഓരോരോ, വിചക്ഷണഃ വിചക്ഷണന്മാരായ, അതായത് വിവേകികളായ, നേതാച സ്യാത് നേതാക്കന്മാരും ഉണ്ടായിരിക്കണം. ആഭിഹി സർവാഭിഹി ഇവയെല്ലാം, അത് ഈ എല്ലാ സഭകളോടും അദ്വൈതാശ്രമസ്യ അനുബന്ധാന്വഹ അദ്വൈതാശ്രമത്തിൻ്റെ ശാഖകളും ഉണ്ടായിരിക്കണം. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ഈ സഭകളിൽ ഓരോന്നിലും ഓരോരോ വിചക്ഷണന്മാരായ നേതാക്കന്മാരും ഉണ്ടായിരിക്കണം. ഈ സഭകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അദ്വൈതാശ്രമ ശാഖകളും എല്ലായിടത്തും ഉണ്ടായിരിക്കണം. സംഘടനാ പ്രവർത്തനത്തിൻ്റെ കിടയറ്റ ഒരു മാതൃകയാണ് ഇപ്പോൾ ഉപദേശിച്ചിരിക്കുന്നത്. ലോകമംഗളം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത് നിസ്വാർത്ഥപരവും കാര്യക്ഷമവുമായ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും
വിദ്യയിലൂടെയുള്ള സ്വാതന്ത്ര്യപ്രാപ്തിയിലൂടെ ജനങ്ങളെ നന്മയും ഐകമത്യവും ഉള്ളവരാക്കി വളർത്തിയെടുക്കുവാനും പ്രായോഗിക അദ്വൈതം യാഥാർത്ഥ്യമാക്കി തീർക്കുവാനും വിഭാവന ചെയ്തുകൊണ്ടുള്ള ഗുരുവിൻ്റെ ആശ്രമസങ്കല്പം ഏതൊരു പരിഷ്കൃത സമൂഹത്തിനും എക്കാലവും അനുകരണീയമാണ്. ഒരു ലോകഗുരുവിന് വേണ്ട ഗുണങ്ങളെല്ലാം തികഞ്ഞവയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് വിളംബരം ചെയ്യുന്ന ഒരു ശ്ലോകമാണ്, ഒരു കൃതിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ആശ്രമം എന്ന കൃതിയെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കേണ്ടത്.